ഹലോ എവ്രിവൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കോവയ്ക്ക തോരനാണ്. ആദ്യം നമുക്കതിന് വേണ്ടി ഒരു പാൻ എടുക്കാം. പാൻ ചൂടായതിന് ശേഷം അതിലോട്ട് എണ്ണ, സവാള, ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യും. ഇത് ഏകദേശം ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് കഴിഞ്ഞൊന്നും പോകണ്ട. ജസ്റ്റ് ഒരു യെല്ലോയിഷ് കളർ ആവുന്നത് വരെ നല്ല രീതിയിൽ വഴറ്റുക. എണ്ണ കിടന്ന് അതൊന്ന് മൂത്ത് വരുന്നത് വരെ നമ്മൾ നല്ല രീതിയിൽ ഇളക്കിയെടുക്കുക. അതിലേക്ക് നമുക്ക് അടുത്തത് മഞ്ഞൾപ്പൊടി, ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ല രീതിയിൽ ഇളക്കുക. അത് ഏകദേശം മഞ്ഞൾപ്പൊടീൻ്റെ പച്ച ചുവയൊക്കെ മാറുന്നത് വരെ നല്ല രീതിയിൽ ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക ചേർക്കാം. കോവയ്ക്ക നമുക്കറിയാമല്ലോ, ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഈ സമയത്ത് നമുക്ക് ചേർക്കാം. ചേർക്കുന്ന സമയം അത് കുഞ്ഞായിട്ട് അരിയാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയെങ്കിൽ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടുള്ളൂ. അത് നല്ല രീതിയിൽ ഇളക്കുക. ഇളക്കിയതിന് ശേഷം നമുക്ക് അതിലോട്ട് ഉപ്പും പെപ്പർ പൗഡറും ചേർക്കാം. പെപ്പർ പൗഡറും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇച്ചിരി കൂടെ വെള്ളം ഒഴിക്കാം. ഈ വെള്ളത്തിൽ വേണം അത് നല്ല രീതിയിൽ വെന്ത് കിട്ടാൻ. വെള്ളം ഒരുപാട് കൂടിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. നല്ല രീതിയിൽ ഇളക്കുക. ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി നമുക്കതിന് സ്യൂട്ടായിട്ടുള്ളൊരു മൂടിയെടുത്ത് നമുക്ക് നല്ല രീതിയിൽ അടച്ച് വെച്ച് വേവിക്കേണ്ടതായിട്ടുണ്ട്. അടയ്ക്കുന്നതിന് മുമ്പ് നന്നായിട്ട് എല്ലാം ഒന്ന് ഇളക്കുക. സവാളയും കോവയ്ക്കയും ചില്ലി ഫ്ലേക്സും മസാലയും എല്ലാം എല്ലായിടത്തും ഡിസ്ട്രിബ്യൂട്ട് ആവുന്ന രീതിയിൽ ഇളക്കുക. എന്നിട്ട് ലിഡ് വെച്ച് നമുക്ക് നല്ല രീതിയിൽ ക്ലോസ് ചെയ്ത് വേവിക്കാം. ഒരു 5 മിനിറ്റ് വേവിച്ച് കഴിയുമ്പോഴത്തേക്ക് റെഡിയായി കഴിഞ്ഞു.